ഫേസ്ബുക്കിൽ മുതലേ ഓട്ടോമാറ്റിക് AC 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറയുടെ വണ്ടിയുടെ പേര് അർബൻ ക്രൂസർ ടൈസർ എന്നാണ്. നമ്മൾ അർബൻ ക്രൂസർ എന്ന് പറഞ്ഞ എല്ലാ വാഹനത്തിലും ഇപ്പൊ കൊടുക്കേണ്ട ആ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടാ കൊടുത്തില്ല. റാപ്പിഡ് സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ഫ്രോൺസ് ടു ടൈസർ. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് പുതിയ ടൈസറാണ്. ടൊയോട്ടയുടെ ഏറ്റവും പുതിയ വേർഷനോട് ഇറങ്ങിയ ടൈസർ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഇതാണ് ടൊയോട്ട ടൈസർ എന്ന് പറഞ്ഞൊരു വാഹനം. ഇതിൻ്റെ നേരെ സിബിലിങ്ങിൻ്റെ ഫ്രോങ്സ് പറയുന്ന വാഹനം ഉണ്ട്. അതിൻ്റെ നേരെ ടൊയോട്ട വേർഷനായിട്ടാണ് പുതിയൊരു ടൈസർ പോലെ വാഹനം ഇറക്കി. ഫ്രണ്ടിൽ തന്നെ ടൊയോട്ട വലിയൊരു ലോഗോ കൊടുത്തിട്ട് താഴെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഹണിഗ്രം ഗ്രില്ലാണ് കൊടുത്തത്. ഇത് ടൊയോട്ട വേർഷൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എലമെൻറ്റ് നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ വേർഷൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്രോങ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഐസ് ക്യൂബ് പോലെ അതിൻ്റെ DRലും ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്യില്ല. ഇതൊരു ലൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടൊയോട്ടയുടെ വേർഷൻ എന്ന് പറയാനുള്ളത് നമ്മൾ ഹൈ റൈഡറിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൈന്. അപ്പോൾ ഇതിലും ആ ലൈന് കൊടുത്തിരും. നേരെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ സെയിം ഹെഡ് ലാമ്പാണ്. 3 ഡോട്ട് ഹെഡ് ലാമ്പ്സ് ആയാലും പ്ലേസ് ചെയ്തില്ല. താഴെ എയ്ഡ്രാം യൂണിറ്റും കൊടുത്തൊരു ഗൺ മെറ്റീരിയൽ ഫിനിഷിലൊരു ബമ്പർ യൂണിറ്റും താഴെ കൊടുത്തിട്ട് മറ്റേ ഡ്യുവൽ ടോൺ ഒരുപാട് കളർ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഏകദേശം ഈ ഒരു കളർ നമുക്ക് അവൈലബിൾ ആണ്. ഇത് പുതിയൊരു കളറാണ് ഈ ഓറഞ്ച് പറഞ്ഞ കളർ. അപ്പോൾ ഇതാണ് ഓൾറെഡി ഫ്രണ്ട് പ്രൊഫൈൽ കൊടുത്തുള്ളത്. ഒരു ടോയ് ഹുക്ക് കൊടുത്ത് വാഷ് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ബോണ്ടിൽ കണ്ടോ, ബൾക്കുള്ള ഒരു നോർമൽ ക്യാരക്ട് ലൈനാണ് ബോണ്ടിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബോണറ്റ് ഓപ്പൺ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ഡിസൈനാണ് ഫ്രണ്ട് പ്രൊഫൈൽ. ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നുള്ളത്. ഡുവൽ ടോൺ കളർ, ബ്ലാക്കും വൈറ്റും അങ്ങനെ പ്രീമിയം ലുക്ക് കൊടുക്കേണ്ട രണ്ടുകൊണ്ട് കളർ സ്പോർട്ടി ഫീൽ എന്ന രീതിയിലാണ് ഇതിൻ്റെ കളർ ടോൺ വന്നത്. നേരെ അലോയ്സ് നോക്കുകയാണെങ്കിൽ ഡുവൽ ടോൺ അലോയ് വന്നത് 16 ഇഞ്ച് അലോയില്ല. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നത്, 4 സ്പോക്ക്. അതിൽ നമുക്ക് ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് കാണാം. അലോയിൽ കണക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡുവൽ ടോൺ അങ്ങനെ ഒരു സ്പോർട്ടി ഫീൽ തരുന്നുണ്ട്. നേരെ SUV ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിററും കൊടുത്തത്. ഇത് 360 ഡിഗ്രി ക്യാമറ. നമ്മൾ ടോപ്പ് ലൈൻ മാത്രമാണ് 360 ഡിഗ്രി ക്യാമറ. അതുപോലെ തന്നെ ഈ റൂഫ് ലൈനും ഷാർഫിൻ ആൻറ്റി നമ്മൾ എല്ലാ വേരിയലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ രീതിയിലാണ്. അതുപോലെ ഷോൾഡർ ലൈന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡിൽ ഷോൾഡർ ലൈന് കൊടുത്തതിന് പിക്കോ സെൻസറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാഡിങ്ങും താഴെ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാഡിങ് ബാക്ക് ബമ്പിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ക്ലാഡിങ് വന്നിട്ടുണ്ട്. ഡോർ തുറക്കുമ്പോൾ കണ്ടോ ക്ലാഡിങ് വരുന്നത്. ഡോറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ക്ലാഡിങ് വന്നിട്ടുള്ളത്. ഓർ ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞാൽ അതേ വീല സെയിം ബാക്കിൽ വന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഡുവൽ ടോൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര പ്രീമിയം രീതിയിലാണ് അതിൻ്റെ അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്ലാഡിങ് കൊടുത്തത്. അതുപോലെ തന്നെ ബാക്ക് പ്രൊഫൈൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ക്ലാഡിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിലൂടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ പേര് അർബൻ ക്രൂസർ ടൈസർ എന്നാണ്. നമ്മൾ അർബൻ ക്രൂസർ എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനത്തിലും ഇപ്പോൾ കൊടുക്കലുണ്ട്. ഹൈ റൈഡർ ആയാലും ഏതായാലും അർബൻ ക്രൂസറിന് ചേർത്ത് രീതിയിലാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഇത് നമ്മളെ വീലിൻ്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയോ ഡ്രൈവ് വി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ബമ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗൺമെറ്റിലും ബ്ലാക്ക് ഫിനിഷിലും ബമ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ലോഗോ, ഡിഫോക്ക് ലൈൻസ്, സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് ഇതിന് വാങ്ങി കൊടുത്തത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ടെയിൽ ലാമ്പാണ്. പേഴ്സണലി കണക്റ്റഡ്. പിന്നെ ഒരു C ഷേപ്പും കൊടുത്തിട്ടുണ്ട് ടെയിൽ ലാമ്പ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം നൈറ്റിൽ കാണുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ടെയിൽ ലാമ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നത്. ഏകദേശം 308 ലിറ്റർ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നത്. നമ്മൾ ട്രയാങ്കിളാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പെയറിലും കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ടൂൾ കിറ്റൊക്കെ നമ്മൾ പാൾസർ ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. മെയിൻലി ക്ലോസ് ചെയ്യുന്ന രീതിയിലൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ക്യാമറ 360 ഡിഗ്രി ക്യാമറ, റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്യാമറ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളെ വാഷ് യൂണിറ്റ് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഡോർപേഡ് നോക്കുമ്പോൾ ഒരു 3 കളേഴ്സിലാണ് ഡിസൈൻ ഉള്ളത്. ബ്ലാക്ക്, ഒരു ബ്രൗണ്, ഒരു സിൽവർ ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും പിന്നെ ലോക്ക് അൺലോക്ക് പിന്നെ പവർ കൺട്രോൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കൺട്രോൾസ് ആണ്. ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രാൻസിഷൻ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, ഇവിടെ 360 ഡിഗ്രി ക്യാമറ, ഓട്ടോ ഹോൾഡ്, പിന്നെ ഹെഡ് അപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട്. നമുക്ക് ഡോറുണ്ട് ക്ലോസ് ചെയ്തേക്കാം. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബോഡി ഹോൾഡറും കൂടെ ചെറിയ സ്റ്റോറേജ് സ്പേസും. ഇതാണ് ഇന്ത്യയിൽ എന്ന് പറയാനുള്ളത്. സ്റ്റിയറിംഗ് വീൽ നോക്കുന്നത് പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മീഡിയ കൺട്രോൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്താൽ പ്രീമിയം ലുക്ക് ആക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലെ കൊടുത്തില്ല. അത് റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്. എനിക്ക് പാഡൽ ഷിഫ്റ്റ് കൊടുത്ത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പാഡൽ ഷിഫ്റ്റിൽ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്.
രണ്ട് ഓണാക്കി ഉണ്ടെങ്കിൽ ഇഗ്നിഷൻ ഓണാവും. അപ്പോൾ ഇതാണ് ഇതിനോട് ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. 2 അനലോഗ് മീറ്റേഴ്സും കൊടുത്ത് ചെറിയൊരു ഇൻഫോടൈം ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൺട്രോൾ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 360 ക്യാമറേൻ്റെ ബട്ടൺ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബട്ടൺ നിൽക്കലാണ് ഓണാണ്. പിന്നെ നമ്മൾ മാരുതിയിൽ കണ്ട പോലെ തന്നെയാണ് നമ്മൾ വാഹനം ഓണാക്കിയപ്പോൾ തന്നെ 360 ക്യാമറ ഓണായി വരും. നമുക്ക് ഒന്നും കൂടെ ഉണ്ട് പ്രസ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു 360 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരു വിഷ്വൽ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ വ്യൂ ആണ് കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം കണക്ടിവിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോറൂം കണക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യണത്. പിന്നെ AC വെൻറ്റുകൾ, ഹസാർഡ് ലാമ്പ്, നമ്മുടെ AC കൺട്രോൾ. ഇത് നമ്മൾ ബേസ് ബോർഡിൽ മുതൽ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. പിന്നെ USB പോർട്ട്, ഒരു വയർലെസ് ചാർജ്, പിന്നെ ഒരു 2 ചാർജിങ് സോക്കറ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന് കീ വന്നിട്ടുള്ളത്. കണ്ടോ, ലോക്കുകളിലൊക്കെ നല്ല ബേസിക് കീ ആണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മാനുവലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗങ്ങളിൽ പ്രീമിയം ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ സ്ക്രാച്ച് പ്രൂഫ് ആട്ടോ, സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ഗവൺമെൻറ്റിൽ ഫിനിഷിൽ ഭാഗം കൊടുത്തത്. നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലും അവൈലബിൾ ആണ്, കസ്റ്റം ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഡിമ്മിങ് ആണ് മിറർ കൊടുത്തിട്ടുള്ളത്. സൺറൈസ് മിറർ വിത്ത് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചറിലും സെയിം മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്ന സീറ്റിൽ ഇരുന്നിട്ട് തന്നെ. ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കോപ്പിറ്റാണ്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിനൊരു കോപ്പിറ്റാണ്. ഒരു കൂപ്പെ ഡിസൈനായി കാരണം നമ്മൾ കയറുമ്പോൾ ചിലപ്പോൾ ഒരു തല മുട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ബാഗ് ഒരു കൂപ്പെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഇന്റീരിയർ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസസിലൊരു സെക്കൻഡ് റോ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, പവർ വിൻഡോ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്, ലോക്ക് അൺലോക്കും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിലൊരു സെക്കൻഡ് റോ ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു സീ പോർട്ടും ഒരു നോർമൽ പോർട്ടാണ് കൊടുത്തുള്ളൂ. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ചെറിയ സെൻറ്റർ ടണലാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റാണ് ഈ വാഹനത്തിൽ കൊടുത്തത്. അത്യാവശ്യം നല്ല ഹെഡ്റൂമുണ്ട്, നല്ല കംഫർട്ടുള്ള സീറ്റ് കൊടുത്തുള്ളൂ. എങ്ങനെയാ അത്യാവശ്യം വണ്ടി അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ അല്ലേ എനിക്ക് ഇരിക്കാനൊക്കെ? ഒരു കൂപ്പ് ഡീസലുള്ള കാറാണ് അത് കൊടുത്തിട്ടുള്ളത്, വേറെ സീനൊന്നുമില്ല. അല്ല പ്രീമിയലൊക്കെ ഒരു ഇന്റീരിയർ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എനിക്ക് ഏതാ? ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടാ? ഒരു HD വിഷ്വലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ചെക്കൻക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിഷ്വൽ എങ്ങനെയുണ്ട് ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇങ്ങനെ എഞ്ചിൻ റൂമുകൾ ജസ്റ്റ് കണ്ടിട്ട് എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയം 2 ലിറ്റർ നമുക്ക് എഞ്ചിൻ അവൈലബിൾ ആണ്. CNG ബേസ് മോഡൽ മാത്രമാണ് CNG അവൈലബിൾ. പിന്നെ പെട്രോൾ ടർബോ എഞ്ചിൻ അവൈലബിൾ ആണ്. ടർബോ 1 ലിറ്റർ എഞ്ചിനാണ്. ഏകദേശം 100 BS പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 147 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു CNG എഞ്ചിൻ അത് 1.2 ലിറ്റർ K സീരീസ് ഡ്യുവൽ VVT എഞ്ചിനാണ്. അത് ഏകദേശം 89.73 PS പവറും 113 Nm ടോർക്കാണ് ആ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫിക്കൻസ് ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇൻസുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹുഡാണ് കൊടുത്തിട്ടോ, ഒരു ബോണ്ടിന് ചെറിയൊരു ഹുഡാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഹുഡ് കണ്ടോ. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ചെറിയൊരു എഞ്ചിൻ പെയിൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെർഫിക്കൻസ് ഒരു എഞ്ചിനും കൂടിയാണ്. കാഴ്ചയിൽ ചെറുതും പ്രവൃത്തിയിൽ വലുതും എന്ന രീതിയിലാണ് ടർബോ എഞ്ചിനെ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കാണുക താഴെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ഡ്രൈവിനായാലും എവിടെയെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് തിരൂർ മൂച്ചിക്കലാണ്, താന്നൂർ റൂട്ടിൽ. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്.